ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ആൻകുട്ടിയുടെ ആദ്യ കുർബാനയുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെയാണ് അതിൻ്റെ റിസപ്ഷനൊക്കെ നടത്തിയത്. അപ്പോൾ ഇത് തലേ ദിവസം അവിടെ പന്തലൊക്കെ ഇട്ട്, ഫ്രണ്ടിൽ പന്തലൊക്കെ ഇട്ട് വീടൊക്കെ സെറ്റായിട്ട് ഉള്ള ഒരു സമയമാണ്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് അലങ്കോലാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആനിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് അവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെറ്റിയുടെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി. ഈ ഒരു ഏരിയ ആനിയുടെയും എൻ്റെയും ഒക്കെ ഒരു ലൈബ്രറി ഏരിയ ആണ്. അപ്പോൾ അവിടെ ഞാനൊരു കർട്ടൻ റോഡ് വെച്ചിട്ട് നമ്മുടെ ഒരു ബാക്ക് ഡ്രോപ്പ് ഇട്ട് അതിൽ കുറച്ച് നെറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്, പിന്നെ കുറച്ച് പൂക്കളൊക്കെ മിച്ചം ഉണ്ടായിരുന്നു. നമ്മുടെ ബാപ്റ്റിസം ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്തിരുന്ന പൂക്കൾ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ഏരിയ കുറച്ചൊന്ന് സെറ്റാക്കി. പിന്നെ ബലൂണൊക്കെ തലേന്ന് തന്നെ വീർപ്പിച്ചെങ്കിലും വൈകിട്ടായപ്പോൾ തന്നെ, അതായത് തലേ ദിവസം വൈകിട്ടായപ്പോൾ തന്നെ എല്ലാം പൊട്ടി തീർന്നു. അപ്പോൾ ഇന്ന് ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതുകൊണ്ട് ഇതേ കളർ എനിക്ക് വേറെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് 9 മണിക്കാണ് കുർബാന ഉണ്ടായിരുന്നത്. അപ്പോൾ 8 മണിയാകുമ്പം കുട്ടികളെ അവിടെ കൊണ്ടുചെല്ലണം എന്നാണ് പറഞ്ഞിരുന്നത്. നേരത്തെ കൊണ്ടുവന്നു ആനിക്കുട്ടി. അപ്പോൾ ഇവളുടെ ഹെയറും പിന്നെ തല വയ്ക്കുന്ന ക്രൗണും നെറ്റും എല്ലാം ഞാൻ തന്നെ ചെയ്ത്, ഡ്രസ്സ് ഉൾപ്പെടെ. ഡ്രസ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത്. പിന്നെ നമ്മളങ്ങനെ വലിയ തീമിലൊന്നും അല്ല, നമ്മൾ സാധാരണ ഒരു പരിപാടി. പിന്നെ പള്ളിയിലെ ഒരു മെയിൻ ചടങ്ങാണല്ലോ ഇത്. മാമോദീസ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു മെയിൻ ചടങ്ങാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് കുർബാനയ്ക്ക് പോവാണ്. അപ്പോൾ രാവിലെ പള്ളിക്കകത്ത് നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാനൊന്നും അനുവാദമൊന്നുമില്ല. അപ്പോൾ അന്നനെ കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്. അന്ന ഉണ്ടായിരുന്നതുകൊണ്ട്, അന്നയുടെ സമയത്ത്, അന്നയുടെ ആദ്യ കുർബാന ഒരു 7 വർഷം മുന്നേ ആയിരുന്നു. അത് നമ്മുടെ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞ് തൊട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം അന്ന് അന്നയുടേത് എടുക്കാൻ എൻ്റെ അനിയനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആനിയുടേത് അന്നയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നത്. കുർബാന 9 മണിക്ക് തുടങ്ങി ഒരു 10:15-10:30 ആയപ്പോഴത്തേക്കും കുർബാന തീർന്നു. പിന്നെ ഇത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവരിതിന് പ്രിപ്പയർ ചെയ്ത അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ് സൈഡിൽ നിൽക്കുന്നത്. ഇവരെല്ലാവരും ഒരു 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലോട്ട് പോകുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ആദ്യ കുർബാന നടത്തുന്നത്. അങ്ങനെ അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ, അതായത് പുറത്തൊക്കെയുള്ള ആൾക്കാർ, ആ സമയത്ത് വരാൻ പറ്റാത്തവരൊക്കെ, കുറച്ച് മുതിർന്ന 1-2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ കുർബാനയെല്ലാം ശേഷം പള്ളിയിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുകയാണിപ്പം. അതിലൊരു കുട്ടി നന്ദി പറയുന്നതാണ്. പിന്നെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ 2 പേരുടെയും അപ്പന്മാർ വന്നിട്ടില്ലായിരുന്നു, പള്ളിയിലോട്ട് വന്നിട്ടില്ലായിരുന്നു. അവർക്ക് വയ്യാത്തതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ. അപ്പം അമ്മമാരാണ് 2 പേരും 2 സൈഡിൽ. ഇതെൻ്റെ ഒരു കസിനാണ്, ഇവർ ബാംഗ്ലൂരാണ്. അപ്പോൾ കുറച്ച് പേര് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പിന്നെ നേരെ വീട്ടിലോട്ടാണ് വന്നത്. നമ്മൾ ക്ഷണിച്ചപ്പോഴേ എല്ലാവരെയും നേരെ വീട്ടിലോട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. കാരണം പള്ളിയിൽ എല്ലാവർക്കും അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞായറാഴ്ച കുർബാന കൂടുന്ന ആൾക്കാരൊക്കെ വന്നാൽ മതി, അല്ലാത്തവരൊക്കെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. ആനി കുർബാന പകുതിയായപ്പോൾ തന്നെ അവൾ ക്ഷീണിച്ചു കേട്ടോ. രാവിലെ 6 മണിക്ക് എണീറ്റ് റെഡിയായി. പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കഴിച്ചേച്ചാണ് വന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സ് ഊരണം. ഇത് ബിജുൻ്റെ പപ്പയും മമ്മിയാണ്. എൻ്റെ അനിയൻ, ഇത് ബിജുൻ്റെ പെങ്ങളാണ്. ഇത് എൻ്റെ അച്ചാച്ചി അമ്മച്ചിയാണ്. നമ്മൾ
നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പം വീടെത്തി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു സമയം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 12:30 കഴിഞ്ഞ് എത്താനാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. പിന്നെ ഒരു ജനപ്രവാഹം ആയിരുന്നു, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതിന്. പ്രത്യേകിച്ച് നമ്മൾ ആളെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാനും ബിജുവും മാറിയും തിരിഞ്ഞുമൊക്കെയാണ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിരുന്നത്. ഇതെൻ്റെ അനിയനാണ്. സ്തുതി കൊടുക്കുന്നതാണ് കേട്ടോ പരിപാടി കഴിഞ്ഞ്. മുതിർന്ന എല്ലാവർക്കും സ്തുതി കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് നമുക്ക്. ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്തുതി മേടിക്കാൻ മറന്നുപോയി. ഇത് ബിജുവിൻ്റെ പെങ്ങളും പിള്ളേരാണ്. അവർ ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ തലേന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും. ഇത് ബിജുവിൻ്റെ കസിൻ്റെ മക്കളാണ്. ബന്ധുക്കളായിട്ട് കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു. നമ്മളെല്ലാവരെയും ഒന്നും വിളിച്ചിട്ടും ഇല്ലായിരുന്നു, കാരണം എല്ലാവരും ചങ്ങനാശ്ശേരി, ആലപ്പുഴ അങ്ങോട്ടൊക്കെ ഉള്ളവരാണ്. അപ്പം എല്ലാവരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ ബന്ധുക്കളെ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഫ്രണ്ട്സും നെയ്ബേഴ്സും അങ്ങനെ ഉള്ള ആൾക്കാരെയാണ് വിളിച്ചത്. ഇത് അന്നയുടെ മുറിയിൽ പിള്ളേർ സെറ്റെല്ലാം കൂടെ ഇരുന്ന് വൻ ബഹളമായിരുന്നു. ഇത് ബിജുവിൻ്റെ ഇളയ പെങ്ങളും ഹസ്ബൻഡുമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞാണ് ഇവർ. ഇത് അവരുടെ പപ്പയും മമ്മിയാണ്. ബിജുവിൻ്റെ 2 പെങ്ങന്മാരും കൂടെ വരാനുണ്ട്. അവർ പുറത്താണ്, ഒരാൾ ബാംഗ്ലൂരും ഒരാൾ UK-യിലുമാണ്. അപ്പോൾ അവർ വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് അവരെത്തിയിട്ടില്ല. എൻ്റെ അനിയത്തിയും വന്നിട്ടില്ല, അവൾ ഈ ജനുവരിയിൽ അങ്ങോട്ട് പോയുള്ളൂ. വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നെ തിരക്ക് കാരണം അവൾക്കും എത്തിയില്ല. പിന്നെ ഇത് നമ്മൾ പുറത്ത് പന്തലിട്ട് അവിടെയാണ് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇത് തറവാട്ടിൽ കാറ്ററേഴ്സ്, തറവാട്ടിൽ എന്ന് പറഞ്ഞ് ലോക്കൽ ജംഗ്ഷനിലുള്ള അവരാണ് കാറ്ററിങ്ങും അതിൻ്റെ ഡെക്കറേഷനും സെറ്റപ്പും ഒക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അവർ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷങ്ങളായിട്ട് ഇവരുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ കാറ്ററിങ് കൊടുക്കുന്നത്. നമ്മൾ ഈ അച്ചായൻ സദ്യ എന്ന് പറയും. അപ്പം നോൺ വെജും ഒരു ഊണ് പോലെ, അല്ലാതെ ബിരിയാണി അങ്ങനൊന്നുമല്ല. ഇത് ബിജുവിൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഫ്രണ്ട്സാണ്. അവരൊരു ദേവമാതാ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം അതിലെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ, എല്ലാവരും ഇല്ല. അപ്പോൾ അവരൊരു വലിയ സെറ്റാണ്. ഇത് അന്നയുടെ സ്കൂൾ ഫ്രണ്ട്സാണ്. അവളും ഒരു സെറ്റ് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വന്നത് ഇവർ 2 പേരാണ്. ഇത് അടുത്ത നെയ്ബേഴ്സാണ്. അതുപോലെ ബിജുവിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ അന്നയുടെ തന്നെ ട്യൂഷൻ അവിടുത്തെ ഫ്രണ്ട്സ്, അങ്ങനെ
അങ്ങനെ പിന്നെ നമുക്ക് എണ്ണാനോ നിൽക്കാനോ പറ്റാത്തത്ര ആൾക്കാർ വന്നു. ഇതും ബിജുവിൻ്റെ പെങ്ങളുടെ റിലേറ്റീവ്സാണ്, അമ്മയും ഒക്കെയാണ്, അമ്മയും അനിയനുമാണ്. ആനി കുറേ നേരം വെയിറ്റ് ചെയ്ത്, ഏതാണ്ട് 1:30 വരെ വെയിറ്റ് ചെയ്തിട്ടും ആനിയുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നെയ്ബേഴ്സാണ്. അപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കെട്ടിപ്പിടുത്തവും ബഹളവും ആയി. പിന്നെ അതിനുശേഷം കുറച്ച് പേരും കൂടെ വന്നു. അപ്പോൾ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് തന്നെ ഒരു ഭയങ്കര ബഹളമായിരുന്നു അവർ. ഇതും എൻ്റെ അങ്കിളാണ്, അങ്കിളും വൈഫുമാണിത്. ഇതും എൻ്റെ അങ്കിള് തന്നെയാണ്. ഇതെൻ്റെ കസിനാണ്. ഇത് ഞങ്ങളുടെ അമ്മയുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരാട്ടോ, അമ്മയുടെ അനിയനും പിന്നെ അമ്മയുടെ അനിയനാണിത്. ഇത് അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. ഇത് നമ്മുടെ നെയ്യാർ ഹോം സ്റ്റേയിലെ നെയ്യാർ ഹെറിറ്റേജിന് അവിടുത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. അവർ അവിടുത്തെ മെയിൻ ആൾക്കാരാണ്. അത് മൊത്തം കെയർ ടേക്കറും പിന്നെ അവിടുത്തെ കുക്കും ഒക്കെയാണ് നേരത്തെ കണ്ടത്. ഇത് നമ്മുടെ കസിൻ്റെ വൈഫാണ്. ഞങ്ങളുടെ മേളിൽ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന അവിടുത്തെ ആൾക്കാരാണ്. നല്ല നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. അപ്പം എന്തായാലും ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചല്ല വന്നത്, കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാണ്ട് കാര്യങ്ങൾ നടന്നു. നമുക്ക് ഒരു ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഒരു 150 ആൾക്കാരെയാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യമൊന്നും നമ്മുടെ വീട്ടിലും ഇല്ല, ആ സ്ഥലത്തും ഒന്നുമില്ല. എന്തായാലും കുറേശ്ശെയായിട്ടാണ് ആൾക്കാർ വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വൈകിട്ടൊരു 8:45 വരെ ആൾക്കാരുണ്ടായിരുന്നു. ആനിയുടെ ഒരു ഫ്രണ്ട് സെറ്റാണ്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. ഇവർ ഒരുമിച്ച് വന്ന് പിന്നെ ഇവർ എല്ലാവരും കൂടെ ആനിക്ക് കളിക്കാൻ കുറേ സമയം കിട്ടി. ഇതിനിടയ്ക്ക് ആനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടക്കേട് അവൾ കാണിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. എന്തോ ഒരു വലിയ സംഭവമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും വലിയ ഐഡിയ ഇല്ല. കുറേ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, എന്തിനാന്ന് പോലും അവൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും കൊച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത് പിള്ളേരെ സെറ്റ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ കളിയും ഒക്കെ ഓർഗനൈസ് ചെയ്യണമെന്നൊക്കെ ഞാൻ അന്നടുത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അന്ന നോക്കിയിട്ട് എല്ലാവരെയും കൂടെ ഒന്നും ഒരുമിപ്പിക്കാൻ പറ്റുന്നില്ല. പലരും പല ടേസ്റ്റാണ്. ചിലരവിടെ വെറുതെ ഇരിക്കും, ചിലർ ഫോൺ നോക്കും, പിന്നെ അങ്ങനെ. അപ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ ഒരു മുറിയിൽ അങ്ങ് കൂടി. ഇത് എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. ഇത് ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. ഇത് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പാണ്. 10th നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച അവരും അവരുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരും പാർട്ട് ബൈ പാർട്ടായിട്ടാണ് വന്നത്. ഇത് അന്നയും അന്നയുടെ ഫ്രണ്ട്സും, അവരും സ്കൂൾ ഫ്രണ്ട്സ്. സ്കൂളിലെ ഫ്രണ്ട്സിനെ വിളിക്കാനാണെങ്കിൽ കുറേ പേരുണ്ട്. ഇതിപ്പോൾ റീസെൻറ്റ് കോണ്ടാക്റ്റിലിരിക്കുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ചുള്ളൂ കേട്ടോ. പരിഭവം പറയാനാണെങ്കിൽ ഒത്തിരി പേർക്ക് പരിഭവം പറയാൻ കാണും. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സാണ്. ഇതെൻ്റെ
വളരെ നിയർ ഡിയർ ഫ്രണ്ടാണ്. പേരൊന്നും പറയുന്നില്ല, പുള്ളിക്കാരി എന്നെ ഓടിക്കും. അപ്പം പുള്ളിക്കാരിയായിട്ടാണ് എൻ്റെ മിക്കവാറും ഉള്ള കറക്കവും മറ്റേ ഹാങ് ഔട്ട്സും എല്ലാം. ഇത് ഞങ്ങളുടെ നെയ്ബറാണ്, പ്ലസ് ആനിയുടെ കൂടെ തന്നെ പഠിക്കുന്നതാണ് ആ കുട്ടി. ഇതും നെയ്ബേഴ്സാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ട് ഈ ഒരു വ്ളോഗ് ചെയ്യണ്ട എന്ന് കരുതി. അപ്പോൾ ഏതാണ്ടൊരു 12:30 തുടങ്ങിയിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കഴിക്കാനായിട്ട് കയറിയത്. 3 മണി 3:30 ആയപ്പോഴത്തേക്കും അവർ കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തു. എല്ലാം നമ്മൾ പിന്നെ പാത്രമെല്ലാം എടുത്ത് നമ്മുടെ വീട്ടിനകത്തോട്ട് എല്ലാ സംഭവങ്ങളും മാറ്റി. അതിനുള്ള ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 6-6:30 7 മണി വരെ ആൾക്കാർ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി ഒന്ന് കുളിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും അടുത്ത സെറ്റ് ആൾക്കാർ വന്നു. അങ്ങനെ ഏതാണ്ട് 9 മണി വരെ ആൾക്കാരുണ്ടായിരുന്നു. ഇതും എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെയാണ്. എല്ലാവരും ചൂട് കാരണം ഓരോ ബെഡ്റൂമിലോട്ട് കയറി AC ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അവരെല്ലാം കുറേ നേരം ഇവരെല്ലാവരും ഇരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അതായത് അന്നയുടെയും ആനിയുടെയും എൻ്റെയും ഒക്കെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ മോഡായിരുന്നു, ഒരു ഫങ്ഷൻ എന്നുള്ളതിനെക്കാട്ടിലും. അപ്പം എല്ലാവരും ഹാപ്പിയായി. ഫുഡിനെ പറ്റി അത്യാവശ്യം നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ആനി ഹാപ്പി, അന്ന ഹാപ്പി, ഞാൻ ഹാപ്പി. ഞാൻ അത് കഴിഞ്ഞ് 2 ദിവസമായിട്ട് കിടപ്പാണ്. അപ്പം ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത്. ഇത് ആനിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇതും അത് തന്നെ. അടുത്ത ഒരു 3-4 പേരെയാണെന്ന് തോന്നുന്നു അവൾ വിളിച്ചത്. അപ്പം ഇതൊരു നെയ്ബറാണ്. അപ്പം അങ്ങനെ വാചകമൊക്കെ അടിച്ച് കുറേ നേരം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഫുള്ള് നമ്മൾ അടുക്കലും പെറുക്കലും ഒക്കെ ആയിരുന്നു. ഇത് അന്നയുടെ കൂടെ തന്നെ പഠിച്ച അവരുടെ ഫ്രണ്ട്സും, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളൊക്കെ തന്നെയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് സ്കൂളിലും പഠിക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേഷനാണ് നമുക്ക്. എന്തായാലും പിള്ളേരും എൻജോയ് ചെയ്തു, ഞാനും ഹാപ്പി, വീട്ടുകാരും ഹാപ്പി. ആനി പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ഹാപ്പി. ആനി ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവൾ കിടപ്പായിപ്പോയി. ഇങ്ങനെ ഇത്രയും നേരമൊക്കെ നിന്ന്, രാവിലെ 6 മണിക്ക് എണീറ്റേ ഇത്രയും നേരമൊക്കെ നിന്ന് അവൾ കിടപ്പായിപ്പോയി. അപ്പം എന്തായാലും അങ്ങനെ ഒരു ഫങ്ഷൻ. ഇത് അന്നയുടെ ഫ്രണ്ടും ഫാമിലിയുമാണ്. ഇപ്പം ഇതിനിടയ്ക്ക് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒന്നും ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം ഇങ്ങനെ ഒരു 4 മണിക്ക് ശേഷം വന്ന ആൾക്കാരുടെ മിക്കവരുടെയും ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് അല്ലാണ്ട് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ. അപ്പോൾ പരിപാടിയൊക്കെ അങ്ങനെ പോയി, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. നല്ല നമ്മുടെ വീട്ടിലങ്ങനെ വേറെ ചടങ്ങുകളൊന്നും നമ്മുടെ പാലുകാച്ചിന് ശേഷം നടത്തിയിട്ടില്ല. കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ നടത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്തായിരുന്നു കൊറോണയൊക്കെ വന്നിരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയും ചടങ്ങുകളൊന്നും ഇല്ല. പിന്നെ ചടങ്ങ് നടത്തിയാൽ തന്നെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരണം. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വരിക എന്ന് പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെയുള്ള ഒരു ഇത് കാരണം നമ്മളങ്ങനെ ചടങ്ങുകൾ വളരെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പം അതിന് ശേഷം നമ്മൾ നടത്തിയ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട അല്ലെങ്കിൽ ഒരു വലിയ ചടങ്ങായിരുന്നു. അപ്പം ഇനി എന്ത് ചടങ്ങാണ് വരാൻ പോകുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് നടക്കട്ടെ എന്ന് കരുതി നന്നായിട്ട് തന്നെ പോയി. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പയ്യെ വരാം. അപ്പോൾ കാണാം.